അടുത്തത് മാധുവിന് മാതൃഭൂമി ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് SFI അന്വേഷിക്കേണ്ട കാര്യമുണ്ടോന്ന്. മാതൃഭൂമിയുടെ സ്റ്റാഫാണ്, അതുകൊണ്ട് ജോലി ചെയ്തൊന്ന് നോക്കി ശമ്പളം തരാം. അതിന് പകരം മാധുവിനെ മാതൃഭൂമി ഔട്ട്സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുകയും വേറെ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി പുറത്തുനിന്ന് ഒരാളായിട്ട് ഹയർ ചെയ്യുകയും ചെയ്താൽ മാധുവിന് തരുന്ന ശമ്പളത്തിന് വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം കണ്ടാൽ അത് ചോദിക്കാൻ SFIക്ക് സാധിക്കും. മാത്രമല്ല, മാധു എന്ത് സേവനമാണ് ചെയ്തതെന്ന് മാധുവിനും പറയാൻ കഴിയണം. മാധുവിന്റെ എന്ത് സേവനമാണ് കിട്ടിയതെന്ന് മാതൃഭൂമിക്ക് പറയാൻ കഴിയണം. കാരണം മാധുവിന്റെ അക്കൗണ്ടിലേക്ക് പരിധിയിൽ കഴിഞ്ഞ രീതിയിൽ 1.25 കോടി രൂപ വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം മാധുവും കമ്പനിയും പറയേണ്ട കാര്യമുണ്ട്. അടുത്തത്, അദ്ദേഹം മധുരയിൽ ഇരുന്നാണ് ഈ ചർച്ച ചെയ്യുന്നത്. ഇന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മധുരതരമായ ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. കാരണം ബംഗാൾ ഘടകവും ആന്ധ്ര ഘടകവും അടക്കമുള്ള വിഭാഗങ്ങൾ പറയുന്നു അത് തന്നെത്താൻ കേസിനെ നേരിടണം. പക്ഷെ കേരള ഘടകവും പ്രകാശ് കാരാട്ടും പറയുന്നു